നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ന്യൂസ് ഈ മോർണിംഗിലേക്ക് സ്വാഗതം. ഒരുപാട് വാർത്തകൾ ഉള്ളൊരു ദിവസവും കൂടിയാണ് ഇന്ന്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ടതാണ്. വളരെ നിർണായകമായ ഒരു ദിവസമാണ്. കുറ്റപത്രം പ്രതികൾക്ക് വായിച്ച് കേൾപ്പിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അതൊരു വളരെ നിർണായകമായ ഒരു കാര്യമായിട്ട് മാറും. അതോടൊപ്പം തന്നെ നാളെ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. അതിൻ്റെ ജലപ്പരപ്പ് എല്ലാ രീതിയിലും അതിൻ്റെ ആഘോഷങ്ങളൊക്കെ ഇന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അതിൻ്റെ വാർത്തകളും വിശേഷങ്ങളൊക്കെ തന്നെ ഇന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും ഒരു വലിയ വാർത്താ ദിനമായിട്ട് നിൽക്കുകയാണ്. അത് മരമുറി കേസ് മാത്രമായിട്ട് ബന്ധപ്പെട്ടല്ല, മെസ്സി കൊണ്ടുവരുന്ന വിവാദവുമായി ബന്ധപ്പെട്ട് GST തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നുമുണ്ട്. വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. മുട്ടിൽ മരമുറി വഞ്ചന കേസിൽ ഇന്ന് നിർണായകം. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന പുതിയ തീയതി കോടതി ഇന്ന് തീരുമാനിക്കും. വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാമെന്ന പ്രതികളുടെ അപേക്ഷയിലും തീരുമാനം. ചോറ്റാനിക്കര കോടതിയുടെ അധികാര പരിധിയിൽ വിചാരണ സാധ്യമല്ലെന്ന പ്രതികളുടെ വാദത്തിൽ ഉത്തരവിനും സാധ്യത. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. വാടക വീട്ടിലെ പരിശോധനയിൽ 43 ഗ്രാം MDMA-യും 4 കിലോയിലധികം കഞ്ചാവും പിടികൂടി. കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും കണ്ടെടുത്തു. സ്ത്രീയടക്കം 3 പേർ കസ്റ്റഡിയിൽ. തൊടുപുഴയിൽ DYFI നേതാവിനെയും സംഘത്തെയും മയക്കുമരുന്നുമായി പിടികൂടിയ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് പോലീസ്. പെരുവാറ്റ കൊലപാതക കേസിൽ പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കും. മുഖ്യപ്രതിയായ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് തുടങ്ങി. ശിവൻകുട്ടിക്കെതിരായ ആരോപണങ്ങൾ കൗൺസിലിംഗിൽ പറയാതെ പെൺകുട്ടി. ഓളപ്പരപ്പിലെ പോരിനൊരുങ്ങി പുന്നമട. 72ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ആവേശത്തോടെ എറിയാൻ 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. നേര്യമംഗലത്തിനും വാളറയ്ക്കുമിടയിൽ ആനയിറങ്ങി. സാഹസികമായി വാഹനമോടിച്ച് യാത്രക്കാർ. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ വീണ്ടും ഇറാൻ. നടക്കുന്നത് കടുത്ത മനുഷ്യാവകാശ ലംഘനം. ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ രംഗത്ത് വരണം. അമേരിക്കയുടെ സാമ്പത്തിക സൈനിക പ്രതിസന്ധികൾ മറച്ചുവെക്കാനാണ് നീക്കമെന്നും ഇറാൻ. ബംഗ്ലാദേശിന്റെ 23ാമത് പ്രസിഡന്റായി മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ജമാഅത്തെ ഇസ്ലാമി സഖ്യ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയത് 88-നെതിരെ 255 വോട്ടുകൾക്ക്. സിനിമാ വെബ് സീരീസ് മേഖലയിൽ വീണ്ടും ഒരു നിർമ്മാതാവിന്റെ ചതിക്കുഴി. നിർമ്മാതാവ് അർജുൻ രവീന്ദ്രനെതിരെ തുറന്നടിച്ച് നടൻ സുധേവ് നായർ. കമ്മട്ടം വെബ് സീരീസിൽ അഭിനയിച്ചതിന് പ്രതിഫലം പൂർണ്ണമായും ലഭിച്ചില്ല. പണം ചോദിച്ചപ്പോൾ അഗ്രിമെന്റ് മാറ്റി എഴുതി. വെബ് സീരീസിൽ പ്രവർത്തിച്ച ഒരാൾക്കും മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും സുധേവ് നായർ ന്യൂസ് 18നോട്. വിശദമായി നോക്കാം. മുട്ടൽ മരമുറി വഞ്ചന കേസിൽ പ്രതികളെ കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുന്ന പുതിയ തീയതി കോടതി ഇന്ന് തീരുമാനിക്കും. കഴിഞ്ഞ ദിവസം ഒരു പ്രതി മാത്രം കോടതിയിൽ ഹാജരായത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. വീഡിയോ കോൺഫറൻസ് വഴി പങ്കെടുക്കാമെന്ന പ്രതികളുടെ അപേക്ഷയിലും തീരുമാനം ഇന്നുണ്ടായേക്കും. ചോറ്റാനിക്കര കോടതിയുടെ അധികാര പരിധിയിൽ വിചാരണ സാധ്യമല്ല എന്ന പ്രതികളുടെ വാദത്തിലും ഇന്ന് ഉത്തരവ് വന്നേക്കും. ഡാനി പോളിന്റെ വിശദാംശങ്ങളുമായി. ഡാനി, ഇന്നലെ 3 പ്രതികളിൽ ഒരാൾ മാത്രം ഹാജരായത് കടുത്ത വിമർശനത്തിന് ഇടയാക്കിയിരുന്നു. എന്തുകൊണ്ട് പ്രതികൾ വന്നില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്ന് കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കുമ്പോഴേക്കും എന്തൊക്കെ പ്രതീക്ഷിക്കണം, മാത്രമല്ല വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാമെന്ന പ്രതികളുടെ ആവശ്യം അതെങ്ങനെയായിരിക്കും, അതിന്റെ വിശദാംശങ്ങൾ ഉണ്ടാവുക? ഹരി, ഈ കേസിലെ ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ഈ അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വിമർശനം ഏറ്റിരുന്നു. കാരണം ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ചോറ്റാനിക്കര കോടതിയുടെ പരിധിയിൽ നിന്ന് ഇത് മാറ്റണം എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. മാത്രവുമല്ല, ഇതിൽ വീഡിയോ കോൺഫറൻസ് വഴി പരിഗണിക്കണം തുടങ്ങിയ അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹൈക്കോടതി അടക്കം സമീപിക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ഹൈക്കോടതി ഇതിൽ വലിയ രീതിയിലുള്ളൊരു വിമർശനം ഉയർന്നു. അതിൽ പ്രധാനമായും പറഞ്ഞത് വിചാരണ കോടതിയെ സമീപിക്കാനും പ്രതികൾ ഹൈക്കോടതിയല്ല സമീപിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു.
അതോടൊപ്പം തന്നെയാണ് ഈ പ്രതികൾ കോടതിയിൽ ഹാജരാകാതിരുന്നതിനെയും ഹൈക്കോടതി വിമർശനത്തോടെയാണ് കണ്ടത്. കാരണം വിചാരണ കോടതിയിൽ പ്രതികൾ ഹാജരാകാതിരുന്നു. ഇന്നലെ ഒരു പ്രതി മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മാത്രമാണ് അഗസ്റ്റിൻ സഹോദരങ്ങൾ ഹാജരായത്. അപ്പോൾ അത് ശരിയായ നടപടിയല്ല, നിങ്ങൾ ഇതിന് വിചാരണ കോടതിയാണ് സമീപിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതി പറയുകയും ചെയ്തതോടെയാണ് ഇത് പൂർണ്ണമായും തന്നെ ചോറ്റാനിക്കര കോടതിയുടെ നിലപാടിലേക്ക്, ചോറ്റാനിക്കര കോടതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് തീരുമാനിക്കുന്നു, മജിസ്ട്രേറ്റ് കോടതി എന്ത് തീരുമാനിക്കുന്നു അതാണ് അനുസരിക്കേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്ന് ചോറ്റാനിക്കര കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ പ്രധാനമായും തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ അപേക്ഷകളും ഇതോടൊപ്പം തന്നെയുണ്ട്. ഒന്ന്, ആദ്യത്തെ അപേക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ ഈ വിചാരണ നടപടികൾ ഓൺലൈനിലാക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും കോടതി ഇതിൽ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതാണ് നിർണായകം. ഹരി, കോടതിയുടെ തീരുമാനത്തിലേക്ക് തന്നെയാണ് നിർണായകമായി മാറുന്നത്. ഡാനി പോളാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറം വളാഞ്ചേരിയിൽ വൻ ലഹരിവേട്ട. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 43 ഗ്രാം MDMA-യും 4 കിലോയിലധികം കഞ്ചാവും പിടികൂടി. ഇതിനൊപ്പം കോടികൾ വിലമതിക്കുന്ന 3 കിലോ തിമിംഗല ഛർദിയും പോലീസ് കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സ്ത്രീ അടക്കം 3 പേരെ വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ജിഷാദ്, ഒരു വലിയ വേട്ടയാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് ഇതിലേക്ക് എത്തിയ നടപടിയെ കുറിച്ചൊന്ന് വിശദമായി അറിയണം. അതോടൊപ്പം തന്നെ നിലവിൽ എങ്ങനെയാണ് ഈ 3 പ്രതികളുടെയും സിറ്റുവേഷൻ, അവരെ എപ്പോഴായിരിക്കും ഹാജരാക്കുക? ഹരി, ഇന്നലെ രാത്രിയായിരുന്നു കാമ്പറം വാടക വീട്ടിൽ നിന്നും ഇത്രയും തോനെ വൻ മയക്കുമരുന്ന് ശേഖരം പിടികൂടുന്നത്. ഇതിൽ തിമ്മിങ്കല ഛർദിയും അതുപോലെ തന്നെ കഞ്ചാവും MDMA-യും ഉൾപ്പെടുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് സ്ത്രീ അടക്കം 3 പേരെയാണ് വളാഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. മലപ്പുറം രണ്ടത്താണി സ്വദേശി നാസർ, അതുപോലെ തന്നെ ലക്ഷദ്വീപ് സ്വദേശികളായ മുഹമ്മദ് റാഷിദ്, ഉസ്നി മുബാറക് എന്നിവരാണ് പിടിയിലായിട്ടുള്ളത്. എന്തായാലും വലിയൊരു ശേഖരമാണ് പിടിച്ചിട്ടിരിക്കുന്നത്. ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇന്നലെ വൈകുന്നേരം ഡാൻസ് ഓഫ് ടീമും അതുപോലെ തന്നെ വളാഞ്ചേരി പോലീസും സംയുക്തമായി ഈ വീട് വളയുന്നത്. ഇവർ വാടകയ്ക്ക് വീട് എടുത്ത് താമസിക്കുകയായിരുന്നു. മാസങ്ങളായി ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു പോലീസ്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു ഈ വീട് കേന്ദ്രീകരിച്ച് പോലീസ് വളയുന്നതും ഇവരെ ചോദ്യം ചെയ്യലും. അതുപോലെ തന്നെ ഈ വീട് കേന്ദ്രീകരിച്ച അന്വേഷണത്തിലാണ് ഈ 43 ഗ്രാം കഞ്ചാവ് MDMA-യും പിന്നെ അതുപോലെ തന്നെ കഞ്ചാവും അതുപോലെ തന്നെ തിമിംഗല ഛർദിയും പിടികൂടുന്നത്. ഈ തിമിംഗല ഛർദിക്ക് കോടികൾ വിലമതിക്കുമെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവരെ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇവരിൽ നിന്നും കണ്ടെടുത്ത സാധനങ്ങൾക്ക് കോടികളുടെ വില വരും. അതായത് തിമിംഗല ഛർദിക്ക് തന്നെ കോടികളുടെ വില വരും. ഇത് എങ്ങനെ എത്തിച്ചു, അതുപോലെ തന്നെ എവിടുന്ന് കിട്ടിയെന്നുള്ള പരിശോധന നടന്നു വരികയാണ്. ഈ ലക്ഷദ്വീപ് സ്വദേശികളിൽ നിന്നാണ് ഈ സാധനം എത്തിയതെന്നാണ് പോലീസ് നിഗമനം. എന്തായാലും ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. വാടക വീട് എടുത്തായിരുന്നു ഇവരുടെ ലഹരി കച്ചവടവും മറ്റും അതുപോലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നത്. ഇത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തിന് അതോടുകൂടിയാണ് ഇവർ കുടുങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. എന്തായാലും ഈ പിടിച്ചെടുത്ത ലഹരി വസ്തുക്കളുടെയും അതുപോലെ തന്നെ തിമിംഗല ഛർദിയുടെയും ഉറവിടം കണ്ടെത്താൻ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യണമെന്നാണ് പോലീസ് പറയുന്നത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. കൂടുതൽ അന്വേഷണത്തിന് വേണ്ടി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് ഈ പരിശോധന നടന്നിട്ടുള്ളത്. പ്രദേശത്ത് ഈ വീട് ഒറ്റപ്പെട്ട വീടായിരുന്നു. ചുറ്റുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ കൊടുത്ത ഇൻഫർമേഷന്റെ മുഖേനയും അതുപോലെ തന്നെ ഈ തൂഫാന്റെ ഈ പരിശോധനയുമാണ് ഇവർ കുടുങ്ങുന്നത്. എന്തായാലും സ്ത്രീ അടക്കം, അതായത് യുവതി അടക്കം 3 പേരാണ് ഇതിൽ അറസ്റ്റഡ് ആയിട്ടുള്ളത്. ഹരി, ജിഷാദ്, കുറച്ചുകൂടെ വിശദാംശങ്ങൾ, അതായത് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ വാടക വീട്ടിൽ എടുത്തിട്ടാണ് ഇവർ ഇത് നടത്തിയിരുന്നെന്ന് പറയുമ്പോഴേക്കും സ്വാഭാവികമായിട്ട് അവർ ആ നാട്ടുകാരാണോ എന്നുള്ള ചോദ്യം. പിന്നെ ഈ 3 പേരും ഒരുമിച്ച് അവിടെ കഴിയുകയായിരുന്നു. സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ ലഹരി വേട്ട, തൂഫാന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു വലിയ ലഹരി വേട്ടയാവുന്നു. ഇത് MDMA മാത്രമല്ല, തിമിംഗല ഛർദി ഉൾപ്പെടെ പിടികൂടുമ്പോൾ ഒരു വലിയ തുക, സൂചിപ്പിച്ചതുപോലെ തന്നെ കോടികൾ വിലമതിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. സ്വാഭാവികമായിട്ടൊരു വലിയ റാക്കറ്റിൻ്റെ പിടിയിലാണോ? ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കണക്ഷൻസ്, ഇതിൻ്റെ ചങ്ങലകൾ, ഇതിൻ്റെ വേരുകൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഉൾപ്പെടെ നടക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവർ നാട്ടുകാരുടെ അഭിപ്രായം എന്താണ്? സ്വാഭാവികമായിട്ടും ഇത് നാട്ടുകാരുടെ ഒരു ഇൻഫ്ലുവൻസോടുകൂടി അല്ലെങ്കിൽ അവരുടെ അവരുടെയും കൂടി ഒരു പോലീസിന് കൊടുത്ത മൊഴിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫർമേഷനോ ഇതിന് വലിയൊരു നിർണായകമായി മാറിയിരിക്കാം. ഇവർ ഇവിടുത്തുകാരാണോ? ഇവർ എത്ര നാളെ ഇവിടെ താമസം തുടങ്ങിയിട്ട്, എത്ര നാളുകളായിട്ട് ഈ വാടക വീട്ടിൽ കഴിയുകയാണ്?
ഹരി, ലക്ഷദ്വീപ് സ്വദേശികളായ റാഷിദും ഹുസ്നയും ദമ്പതികളെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഇവിടെ താമസിച്ചു വരുന്നത്. ഇവര് അതായത് ആയുർവേദ ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് ഇവിടെ കഴിയുന്നതെന്നാണ് നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇവര് പുറത്തിറങ്ങാത്തതൊക്കെ നാട്ടുകാരിൽ സംശയം ഉണ്ടാക്കിയിരുന്നു. എന്തായാലും കൊണ്ടോട്ടി അതായത് മലപ്പുറം ഡാൻസ് സ്ക്വാഡ് ഇവരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ദിവസങ്ങളോളം നിരീക്ഷിച്ചു വന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഈ ഡാൻസ് സ്ക്വാഡ് ഇവരെ വീട് വളയുന്നതും അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ കയറുന്നതും. അങ്ങനെയാണ് ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നത്. വിശദമായി ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ മലപ്പുറം രണ്ടസ്ഥാനി സ്വദേശി ഈ നാസർ എന്നൊരു വ്യക്തി കൂടി ഇതിൽ ഉൾപ്പെടുന്നു. അയാളിൽ നിന്നാണ് ഈ മറ്റേ കഞ്ചാവും MDMAയും പിടിച്ചെടുക്കുന്നത്. കഞ്ചാവും MDMAയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്. ഈ വീട്ടില് ഒളിപ്പിച്ച നിലയിലായിരുന്നു ഈ കഞ്ചാവും അതുപോലെ തന്നെ MDMAയും തിമിംഗല ഛർദിയും. ഈ തിമിംഗല ഛർദി ഫസ്റ്റില് പോലീസിന് മനസ്സിലായിരുന്നില്ല. പിന്നെ ശേഷം വിദഗ്ധരായ പോലീസ് ഉദ്യോഗസ്ഥർ വന്നതിന് ശേഷമാണ് ഈ സംഭവം കണ്ടെത്തുന്നത്. നാട്ടുകാർ പറയുന്നത് ഇവരെ തീരെ പുറത്തിറങ്ങിയിരുന്നില്ല. അതായത് ദമ്പതികളായ മുഹമ്മദ് റാഷിദും ഹുസ്നയും ട്രീറ്റ്മെന്റിന് വേണ്ടിയാണ് വന്നതെന്നായിരുന്നു നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. ഇവര് സുഹൃത്തുക്കൾ മാത്രമാണ്, ദമ്പതികളല്ല. ആയുർവേദ ട്രീറ്റ്മെന്റ് നടന്നിട്ടുണ്ടായിരുന്നില്ല, തീരെ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളായി പോലീസ് ഇവരെ വീടിന്റെ സമീപത്തൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നാട്ടുകാരോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു. ശേഷമാണ് ഇന്നലെ വൈകുന്നേരം പോലീസ് ഇവരെ വീട് വളയുന്നതും അതുപോലെ തന്നെ ഇവരെ കസ്റ്റഡിയിലെടുക്കുന്നതും. ഹരി, പിന്നെ ദമ്പതികളാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പറ്റിച്ചുകൊണ്ട് കഴിയുകയായിരുന്നു. സുഹൃത്തുക്കളാണ്, ആയുർവേദ ചികിത്സയ്ക്ക് വന്നതെന്ന് പറഞ്ഞു. ഒരു ആയുർവേദ ചികിത്സ നടത്തിയിട്ടുമില്ല. ആ രീതിയിലായിരുന്നു ഇവരുടെ ഓപ്പറേഷൻ നടത്തിയത്. അതിനാണ് തൂഫാന്റെ ഭാഗമായിട്ട് പോലീസ് പൊളിച്ചെടുക്കുകയും ചെയ്തത്. ഏതായാലും കോടതിയിൽ ഹാജരാക്കുന്ന പ്രതികളെ റിമാൻഡിന് ആവശ്യപ്പെടുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. DK ജിഷാദാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കി തൊടുപുഴയിൽ ഡിവൈഎഫ്ഐ നേതാവിനെയും സംഘത്തെയും മയക്കുമരുന്നുമായി പിടികൂടിയതിന്റെ ദൃശ്യങ്ങൾ പോലീസ് പുറത്തുവിട്ടു. കാറിലും ഓട്ടോറിക്ഷയിലുമായി സഞ്ചരിച്ച പ്രതികളെ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഇവരിൽ നിന്ന് 18 ഗ്രാം MDMAയും 10 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിടികൂടിയിരുന്നു. വടകര MDMA കേസിൽ കസ്റ്റഡിയിൽ ലഭിച്ച അധ്യാപികമാരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത പോലീസ്. പ്രതികളായ കാവ്യ, നീഷ്മ എന്നിവരെയാണ് പോലീസ് വിശദമായി ചോദ്യം ചെയ്യുന്നത്. കേസിൽ തങ്ങൾക്ക് പങ്കില്ല, പെട്ടുപോയതാണെന്ന് ഇരുവരും പോലീസിന് മുന്നിലും ആവർത്തിച്ചു. നേരത്തെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ന്യൂസ് 18നോടും ഇക്കാര്യം കാവ്യ വ്യക്തമാക്കിയിരുന്നു. അനീഷിന്റെ വിശദാംശങ്ങളുമായി. അനീഷ്, നമ്മൾ കണ്ടതാണ് കാവ്യ ഇതുപോലെ സംസാരിക്കുന്നതും തനിക്കിതുമായി ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലും അറിവില്ല, വിവരമില്ല, താനിത് ചെയ്തിട്ടില്ല, തനിക്കും ഒരു മകനുണ്ട് എന്നുൾപ്പെടെ കാവ്യ പറയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞിരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണോ വീണ്ടും ആവർത്തിക്കുന്നത്? ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുമ്പോഴും ഇത് തന്നെയാണോ പ്രതികൾ ആവർത്തിക്കുന്നത്? പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലും ഒക്കെ നാളുകളായി നടക്കുന്നതായിരുന്നു. ഇത് തന്നെ അവർ വീണ്ടും ആവർത്തിക്കുന്ന സ്ഥിതിയിലേക്കാണോ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. കാരണം ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത് ഈ കേസിൽ അറസ്റ്റിലായ കീർത്തനയായിരുന്നു. കീർത്തനയാണ് പറഞ്ഞത് തനിക്ക് കേസിൽ യാതൊരു പങ്കുമില്ല, തൻ്റെ അക്കൗണ്ടുകളൊക്കെ ശൂന്യമാണ്, താനൊരു അധ്യാപികയാണ്, ഒരു ആൺകുട്ടിയുടെ അമ്മയാണ്, അതുകൊണ്ട് MDMAയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാടും താൻ നടത്തിയിട്ടില്ല. കാവ്യ എന്ന തൻ്റെ സുഹൃത്തിൽ നിന്നും താൻ പണം കടം വാങ്ങുകയായിരുന്നു. ആ പണം തനിക്ക് അയച്ചു തന്നത് മറ്റൊരാളാണ്. അങ്ങനെയാണ് താൻ ഈ കേസിൽ ഇടപെടുന്നതെന്നാണ് ആദ്യം തന്നെ കീർത്തന വ്യക്തമാക്കിയത്. എന്നാൽ കീർത്തന പറയുന്നത് കളവാണ് എന്നാണ് ഇപ്പോൾ കാവ്യ, ഈ കേസിലെ മറ്റൊരു പ്രതിയായ കാവ്യ പറയുന്നത്. റിയാലിറ്റി എന്താണെന്ന് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ പറയാം. കാവ്യ പറയുന്നത് മുഴുവൻ കളവാണ്, അല്ലെങ്കിൽ താൻ ആണ് MDMA ഇടപാടിലുള്ള യുവാവുമായി കീർത്തനയെ ബന്ധപ്പെടുത്തിയതെന്ന കാര്യം ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. താൻ പെട്ടുപോയതാണ് എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും പോലീസ് കസ്റ്റഡിയിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് അവർ ആവർത്തിക്കുന്നത്. ചോദ്യം ചെയ്യലിലും തനിക്ക് കേസിൽ നേരിട്ടൊരു പങ്കുമില്ല, കീർത്തനയാണ് തന്നെ ഇതുമായി ബന്ധപ്പെടുത്തിയതെന്നൊക്കെയുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നീഷ്മയും സമാനമായ രീതിയിൽ തന്നെ മൊഴിയാണ് നൽകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും പോലീസ് വളരെ വിശദമായി തന്നെ ഇവരെ ചോദ്യം ചെയ്ത് വരികയാണ്. പ്രതികൾ പലപ്പോഴും അവർക്ക് രക്ഷപ്പെടാനായി അല്ലെങ്കിൽ തങ്ങൾക്ക് നേരിട്ട് ഈ കൃത്യത്തിൽ പങ്കില്ല എന്ന് പറയുമ്പോഴും 3 പേരുടെയും അക്കൗണ്ടുകൾ വഴി വലിയ തുക ബാങ്കുകളിലേക്ക്
ഒഴുകിയെത്തിയത് പോലീസ് ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ അക്കൗണ്ട് രേഖകളൊക്കെയാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കീർത്തനയും സമാനമായ വാദത്തിൽ തന്നെ ഉറച്ചു നിന്നപ്പോഴും ഇവരുടെ അക്കൗണ്ട് വിശദാംശങ്ങൾ കാണിച്ചപ്പോൾ മറുപടിയില്ലാതെ മൗനം പാലിച്ചിരിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതികളെ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ്. ഇനി അടുത്തതായി ജിൻ കുര്യാക്കോസ് എന്ന മറ്റൊരു പ്രതിയുണ്ട്. അയാളാണ് ഒരു ഡെലിവറി ബോയിയായി പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഈ 3 അധ്യാപികമാരുടെ അക്കൗണ്ടിലേക്കും എത്തിയിരുന്ന പണം ജിൻ കുര്യാക്കോസിന് കൈമാറുകയും പിന്നീട് അത് വയനാട് സ്വദേശിയായ യുവാവിന് അയച്ചു നൽകുകയുമാണ് ചെയ്തത്. എന്തായാലും ആ പ്രതിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും ഊർജിതമായി നടക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ കേസിൻ്റെ ഏറ്റവും നിർണായകമായ ഒരു ചുവടും ആ വയനാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കുക എന്നത് തന്നെയാണ്. അവിടെ നിന്നും ഏത് തരത്തിലേക്കാണ് വൻകിടക്കാരിലേക്ക് ഈ ലഹരി മാഫിയയുടെ കണ്ണുകൾ നീളുന്നത് എന്ന് സംബന്ധിച്ച അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകണമെങ്കിലും വയനാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. എന്തായാലും ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ഈ ലഹരി മരുന്ന് ഇടപാടുകളുമായി ബന്ധപ്പെട്ടറിയാം. ഒപ്പം കൂടുതൽ അധ്യാപികമാരോ വിദ്യാർത്ഥികളോ മറ്റൊക്കെ ഇതിൻ്റെ ചങ്ങലകളോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ച് മയക്കുമരുന്ന് നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങളും ചോദിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരം വരെയാണ് പ്രതികളെ വടകര NDPS കോടതി പോലീസിൻ്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിനുള്ളിൽ പരമാവധി വിവരങ്ങൾ ആരായും. ഈ ആദ്യഘട്ടത്തിലെ കീർത്തനയെ ഇതുപോലെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് ചില നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ഈ 2 അധ്യാപികമാരെ ഇന്നും അവരുടെ ചോദ്യം ചെയ്യൽ തുടരും. അടുത്തതായി ജിൻ കുര്യാക്കോസിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. പിന്നീട് എല്ലാ പ്രതികളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു നീക്കവും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഹരി, ഇന്ന് വൈകിട്ട് 4 മണിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ എത്തി ഒരുമിച്ച് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ആ 4 മണിക്കുള്ളിൽ എന്തൊക്കെ രീതിയിൽ മാക്സിമം ചോദ്യങ്ങൾ ചോദിക്കാൻ തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. പക്ഷേ ഇതൊരു ചെറിയ കണ്ണി മാത്രമാണ്. കൂടുതൽ വലിയ തലപ്പത്തിലേക്ക് വലിയ ശൃംഖലയിലേക്ക് ഇത് എങ്ങോട്ടേക്കാണ് പണമിടപാട് സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളത് പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കാനും അതിൽ നിന്നും കൂടുതൽ മൊഴികൾ ലഭിക്കാനും തന്നെയായിരിക്കും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ശ്രമിക്കുന്നത്. പക്ഷേ ഇതെങ്ങോട്ടേക്കൊക്കെയാണ് പോകുന്നത്? ഇത്ര വലിയ ശൃംഖലയാണിത്. ഇതിലെ ഭീകരന്മാർ, ഇതിലെ വമ്പന്മാർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് കണ്ടുപിടിക്കേണ്ടതും വളരെ അത്യാവശ്യമായൊരു ഘടകമാണ്. MS അനീഷ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാക്കട MLA MR ബൈജുവിൻ്റെ പേരിൽ പണം തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ 3 പേരെ കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തു. കുടയത്തൂർ സ്വദേശി രാജേഷ്, കിളിയൂർ മണ്ണാംകുളം സ്വദേശി വിനീത്, എറണാകുളം തോട്ടുപടി സുരേഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. MLAയുടെ പേര് പറഞ്ഞ് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം തട്ടിയതിനാണ് അറസ്റ്റ്. MLAക്ക് സുഖമില്ലെന്നും ആശുപത്രിയിലാണെന്നും വിളിക്കുന്നത് പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നും പണം അയക്കണമെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഒരു എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ് പോകുന്നത്. ന്യൂസ് 18 ആണ് വാർത്ത പുറത്തുവിടുന്നത്. നിർമ്മാതാക്കൾ നടത്തുന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുമുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത്തവണ അത് നേരിട്ട് ബാധിക്കപ്പെടുന്നത് ഒരു വെബ് സീരീസിൽ അഭിനയിച്ച താരം മുതൽ അതിൽ പ്രവർത്തിച്ച മറ്റു താരങ്ങളും അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരും ഉൾപ്പെടെയാണ്. സാധാരണ ലൈറ്റ് ബോയ് തൊട്ട് ഇതിലെല്ലാവരും ഈ തട്ടിപ്പിൽ പെട്ടിരിക്കുന്നു എന്നുള്ളത് വേണം എടുത്തു പറയാൻ. അതാണ് സുദേവ് നായർ നടത്തുന്ന വെളിപ്പെടുത്തൽ ന്യൂസ് 18ലൂടെ. കമ്മട്ടം എന്ന വെബ് സീരീസിൽ അഭിനയിച്ചവർക്ക് കിട്ടിയ ചതി ആണ് ഇവിടെ സുദേവ് തുറന്നു പറയുന്നത്. നിർമ്മാതാവായ അർജുൻ രവീന്ദ്രനെതിരെയാണ് സുദേവ് നായർ തുറന്നടിക്കുന്നത്. C5 റിലീസ് ചെയ്ത കമ്മട്ടം വെബ് സീരീസിൽ തനിക്ക് കിട്ടാനുള്ള തുക മുഴുവനും കിട്ടിയില്ല. തന്നെ നിർമ്മാതാവ് വഞ്ചിച്ചെന്നും നടൻ സുദേവ് നായർ തുറന്നടിച്ചു. പണം ചോദിച്ചപ്പോൾ അഗ്രിമെന്റ് മാറ്റി എഴുതിയെന്നും തന്നെ കബളിപ്പിച്ചാണ് ചിത്രത്തിന്റെ ഡബ്ബിങ്ങും പ്രൊമോഷനിലും ഉൾപ്പെടെ തന്നെ പങ്കെടുപ്പിച്ചതെന്നും സുദേവ് തുറന്നടിച്ചു. ഇത് തന്റെ മാത്രം കഥയല്ലെന്നും ആ വെബ് സീരീസിൽ പ്രവർത്തിച്ച ഒരാൾക്കും മുഴുവൻ തുകയും കിട്ടിയിട്ടില്ലെന്നും സുദേവ് നായർ പറയുന്നു. ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു ഈ തുറന്നുപറച്ചിൽ. കാണാം. ഡബിങ്ങിന്റെ സമയത്തായാലും പേയ്മെന്റ് എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ആസ് പെർ മൈ കോൺട്രാക്ട് ഐ സെഡ് ഇത് കിട്ടാണ്ട് ഞാൻ ഡബ് ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രൊഡ്യൂസർ ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രൊഡ്യൂസർ എൻ്റെ അടുത്ത് പറയുന്നത് ഇമെയിൽ അയച്ചിരിക്കുന്നു ഇൻ റൈറ്റിംഗ്, ദെൻ സിൻസ് യു ആർ നോട്ട് അവൈലബിൾ വി വിൽ ഡബ് വിത്ത് സമ്മൺ എൽസ് ഹൂസ് വോയിസ് ക്ലോസ്ലി മാച്ചസ് യുവേഴ്സ് എന്ന് പറഞ്ഞു. അത് ഇറ്റ്സ് ലൈക്ക് എ വീൽഡ് ത്രെറ്റ്. താങ്ക്ഫുള്ളി ഷാൻ ഡയറക്ടർ സൈഡ് വഴിയേ ഇല്ല, അങ്ങനെ പോവാണെങ്കിൽ ഞാനത് കോപ്പറേറ്റ് ചെയ്യുന്ന പ്രശ്നമില്ല, ഐ എം നോട്ട് ഗോയിങ് ടു ലെറ്റ് ദാറ്റ് ഹാപ്പൻ എന്ന് പറഞ്ഞു. ഈവൻ സി ദ എക്സിക്യൂട്ടീവ് വാസ് വർക്കിംഗ്, ഹി ഓൾസോ സെഡ് അങ്ങനെ ഞാനല്ല സീലൻ ആരും അത് അലൗ ചെയ്യില്ല. സുദേവിൻ്റെ പെർഫോമൻസും വോയിസും കാരണമാണ് ദ ഷോ ലുക്സ് ദ വേ ഇറ്റ് ഇസ്. അതിലിപ്പോൾ വോയിസ് 50% ഇസ് ദ പെർഫോമൻസ് ഓഫ് ദി ആക്ടർ. അത് തന്നെ നമ്മൾ ചേഞ്ച് ആക്കി കഴിഞ്ഞാൽ പിന്നെ അതിൽ ബാക്കി എന്തെന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹി ഹാഡ് ടു കൺസീഡ്. ബട്ട് എനിക്ക് എന്നാലും അമൗണ്ട് തന്നില്ല, പക്ഷേ കുറേ പ്രോമിസസ് ചെയ്തു എനിക്കിപ്പോൾ ഇല്ല ഞാൻ പിന്നെ തരാം, റിലീസിന് ശേഷം തരാം, ഇങ്ങനെ തരാം അങ്ങനെ തരാം. എന്നിട്ട് അവസാനം ഫൈനൽ
പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് കോൺട്രാക്റ്റിൽ മാറ്റി റിലീസിൻ്റെ 1 മന്തിന് ശേഷമുള്ള എന്തോ ഡേറ്റ് ഇട്ടിട്ട് അങ്ങനെ എന്നെ കൺവിൻസ് ചെയ്തു. പിന്നെ ഞാനും ബലം പിടിച്ചില്ല. ഞാൻ എന്തായാലും പ്രൊജക്റ്റിന് വേണ്ടി ഇറങ്ങിയത് പൈസയ്ക്ക് വേണ്ടിയല്ല. പ്രോജക്റ്റ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര ആൾക്കാർ ചെയ്ത്, അപ്പോൾ അത് എങ്ങനെയെങ്കിലും ഒന്ന് ഫിനിഷായി ഒന്ന് പുറത്ത് വരട്ടെ. അതാണ് മെയിൻ. നമ്മൾ എല്ലാവരും ആക്ച്വലി ആലോചിക്കണം അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. പക്ഷേ അതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാവരും ആലോചിക്കണം പ്രൊജക്റ്റ് ഒന്ന് വരട്ടെ, എൻ്റെ പേയ്മെൻറ്റ് ഞാൻ പിന്നെ നോക്കിക്കോളാം. പക്ഷേ ഇപ്പോൾ അതിൽ ഇങ്ങനത്തെ ഒരു പ്രൊഡ്യൂസർ വന്നു ഹു ഹാസ് നോ കെയർ അബൌട്ട് ദ ക്വാളിറ്റി ഓഫ് ദ പ്രോജക്റ്റ്. ഇപ്പോൾ എൻ്റെ വോയിസ് റീപ്ലേസ് ചെയ്തു വേറെ അയാളുടെ വോയിസ്, ക്വാളിറ്റി മോശം, അയാൾക്ക് അതിൻ്റെ ബോധറേഷൻ ഇല്ല. അതുപോലെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറയണ ആക്ച്വലി ബഡ്ജറ്റ് ഓവർ ഷൂട്ടായി ബിക്കോസ് നമ്മുടെ DOP കുറേ സമയം എടുക്കുന്നു ലൈറ്റ് ചെയ്യാൻ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് എൻ്റെ അടുത്ത് പയ്യന്മാരുണ്ട് വേറെ, നമുക്ക് അവർ പെട്ടെന്ന് ഇത് മൂവ് ഓൺ ചെയ്യും. പക്ഷേ പ്രകാശേട്ടനെ എന്നെ എടുക്കണമായിരുന്നു, ഷാനിന്. ഞാൻ വിചാരിക്കണ പുള്ളിക്ക് ഒന്നാമത് ബഡ്ജറ്റില്ല, റിസോഴ്സസ് ഇല്ല. 4 ആൾക്കാരുടെ ഒരു ടീമുള്ളൂ. ഈ 4 പേര് കണ്ടിന്യൂസ് വർക്ക് ചെയ്യണം. അവർ സെറ്റപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ച് സമയമുണ്ട് റെസ്റ്റ് ചെയ്യാൻ, ഒരു ഗ്യാപ്പ്. ഇവർക്ക് ഗ്യാപ്പൊന്നുമില്ല. ഇവർ ഗ്യാപ്പില്ലാണ്ട് കണ്ടിന്യൂസ് ഇത്രയും കുറവ് ആൾക്കാർ റിസോഴ്സുകളിൽ വലിയ ലൈറ്റ് സ്റ്റാൻഡും ഹെവി ആയിട്ടുള്ള എക്വിപ്മെൻറ്റൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് അവരോട് ഗ്രാറ്റിറ്റ്യൂഡാണ് തോന്നുന്നത്. നിങ്ങൾ കാരണം ഫ്രെയിംസ് സിനിമാറ്റിക് ആയിട്ട് വരുന്നു, അതിന് സമയമെടുക്കും, ലൈറ്റപ്പ് ചെയ്യാൻ സമയമെടുക്കും. വലിയ ടീമുണ്ടെങ്കിലും കൂടി സമയമെടുക്കും. ഇത് 4 പേര് വെച്ച് ചെയ്യുമ്പോൾ എന്തായാലും സമയമെടുക്കും. അവർ സൊല്യൂഷനാണ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോബ്ലത്തിന്. അതിനെ പ്രോബ്ലമായിട്ട് എൻ്റെ അടുത്ത് പ്രസൻറ്റ് ചെയ്യണം. എന്നിട്ട് ഹീസ് നോട്ട് റിയലൈസിങ്. അയാളുടെ വിചാരം അയാൾ എന്തോ ഒരു ഡയഗ്നോസിസ് ചെയ്ത് എനിക്ക് പ്രസൻറ്റ് ചെയ്താൽ ഞാൻ ഇംപ്രസ് ആയി പോകുന്നത്. അത്ര അവയർനെസ്സേ ഉള്ളൂ. അത്ര അവയർനെസ്സും അത്ര കെയർ ഉള്ളൂ ഫൈനൽ പ്രൊഡക്റ്റിനെ കുറിച്ച്. ഈ നിർമ്മാതാക്കളുടെ ചതിക്കുഴിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഒരു 4 ദിവസം മുമ്പ് NM ബാദുഷ ഇതുപോലെ ഒരു സഹനിർമ്മാതാവിനെ കബളിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ പുറത്തുവിട്ടതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴിതാ മറ്റൊരു കാര്യം കൂടി പുറത്തു വരുന്നത്. ഇതുപോലെ ഇതിനകത്ത് നടക്കുന്ന ചതിക്കുഴികളിൽ പലതും പെട്ടുപോകുന്നതും അറിഞ്ഞുകൊണ്ടാണ്, ചിലത് അറിയാതെയും സംഭവിക്കുന്നു, ചിലരെ വിശ്വാസത്തിൽ ഏറ്റെടുത്തും കൂടിയാണ് നടക്കുന്നത്. അതിൻ്റെ ഒരു പരാതിയാണ്, അല്ലെങ്കിൽ തന്നെ വഞ്ചിച്ച ഒരു കാര്യമാണ് സുദേവ് നായരോട് തുറന്നു പറയുകയും ചെയ്യുന്നത്. പുലികളിയെ വിമർശിച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ ഖേദം പ്രകടിപ്പിച്ച് നടൻ VK ശ്രീരാമൻ തൻ്റെ അഭിപ്രായ പ്രകടനം പക്വത ഉള്ളതായിരുന്നില്ല, അഭിപ്രായവും അനുചിതമായ പദപ്രയോഗവും മനോവിഷമം ഉണ്ടാക്കിയെന്ന് മനസ്സിലാക്കുന്നു, അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് VK ശ്രീരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചു. പുലക്കളി എന്ന നൃത്തകലാരൂപത്തെ കുറെ കൂടി മനോഹരമാക്കാനുള്ള ശ്രമങ്ങൾ കലാകാരന്മാരുടെയും സംഘാടകന്മാരുടെയും ഭാഗത്തു നിന്നുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. പുലികളിയെ വിമർശിക്കുന്ന പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് വിവിധ പുലികളി സംഘടനകളും രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തിയിരുന്നതിന് പിന്നാലെയാണ് ക്ഷമാപണം. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലത്തിനും വാളറയ്ക്കുമിടയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി. ആനക്കൂട്ടങ്ങളെ കണ്ടിട്ടും ആളുകൾ സാഹസികമായി സമീപത്തുകൂടെ വാഹനങ്ങൾ ഓടിച്ചു പോയത് ആശങ്കയ്ക്കിടയാക്കി. പതിവായ ആനക്കൂട്ടങ്ങൾ ദേശീയപാത 85 യാത്രക്കാർക്ക് ഭീഷണി ഉയർത്തുന്നതായി പ്രദേശവാസികൾ പറയുന്നു. ഇടവേളയിലേക്ക് പോകുന്നു, മടങ്ങിയത്.
കരുവാറ്റ കൊലപാതക കേസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മുഖ്യപ്രതിയായ 13-കാരിക്ക് CWCയുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ആരംഭിച്ചു. കൊല്ലപ്പെട്ട ശിവൻകുട്ടിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊന്നും കൗൺസിലിംഗിൽ കുട്ടി പറഞ്ഞില്ല എന്നത് ശ്രദ്ധേയമായി മാറി. മുത്തച്ഛൻ ബാഡ് ടച്ച് ചെയ്തുവെന്നായിരുന്നു കുട്ടി പോലീസിനോട് ആദ്യം പറഞ്ഞത്. തന്നോട് മോശം പെരുമാറ്റം നടത്തിയ വിവരം അച്ഛൻ അറിഞ്ഞാൽ മുത്തച്ഛനെ കൊലപ്പെടുത്തും എന്നായിരുന്നു പോലീസിനോട് പിടിക്കപ്പെട്ട വേളയിൽ പെൺകുട്ടി തുറന്നു പറഞ്ഞത്. ശരണ്യുണ്ട് വിശദാംശങ്ങളുമായി. ശരണ്യ, കൗൺസിലിംഗിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഈ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഈ ചോദ്യം ചെയ്യലിൽ അല്ലെങ്കിൽ ഈ കൗൺസിലിംഗിനിടയിൽ എന്തുകൊണ്ട് പെൺകുട്ടി ഇക്കാര്യം ആവർത്തിച്ചില്ല? ആദ്യം വളരെ ധൈര്യത്തോടു കൂടി സംസാരിച്ചിരുന്ന പെൺകുട്ടിയുടെ പിന്നീട് കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ അല്ലെങ്കിൽ മൊഴിയിൽ വൈരുദ്ധ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. കൗൺസിലിംഗിൽ സംഭവിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഈ കുട്ടി പല ഘട്ടങ്ങളിലും മലക്കം മറിയുന്നു എന്നുള്ളതാണ്. തുടക്കത്തിൽ അതായത് പോലീസ് പിടിക്കപ്പെടുമ്പോൾ ഓരോ ഘട്ടത്തിലും എന്ത് പറയണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ഇവർ നേരത്തെ തന്നെ പ്രതികളായ ആളുകൾ വരുത്തി വെച്ചിരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടി ഈ കേസിനെ ഡൈവേർട്ട് ചെയ്യാനായി തുടക്കം മുതൽ ശ്രമിച്ചു എന്നുള്ളതാണ്. അതിൽ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട ആരോപണം തൻ്റെ അടുത്ത ബന്ധു കൂടിയായ കൊല്ലപ്പെട്ട ശിവൻകുട്ടി അദ്ദേഹം തന്നോട് മോശമായി പെരുമാറി എന്നുള്ള ഒരു ആ രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലെല്ലാം തന്നെ ഈ പെൺകുട്ടി അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അതായത് അതിലുള്ളൊരു പക, അതിലുള്ളൊരു ദേഷ്യം തനിക്ക് മുത്തശ്ശനോട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ വിവരം, അതായത് ഈ പെൺകുട്ടിയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അച്ഛൻ ഒപ്പമില്ല, അമ്മയുടെ ആദ്യ വിവാഹത്തിലുള്ള കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ഒപ്പമില്ലാത്ത അച്ഛന് അല്ലെങ്കിൽ അച്ഛന് മുത്തശ്ശനോട് വൈരാഗ്യമുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കൃത്യമായ അന്വേഷണ സംഘത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ ആ സമയത്ത് അവർക്ക് ആ പെൺകുട്ടിക്ക് ആ മൊഴി കൊണ്ട് പറ്റുകയും ചെയ്തു. അതായത് ഇത്തരത്തിൽ മുത്തശ്ശൻ തന്നോട് മോശമായി പെരുമാറിയതറിഞ്ഞാൽ അച്ഛൻ എത്തി മുത്തശ്ശനെ കൊലപ്പെടുത്തും, അച്ഛൻ അങ്ങനെയുള്ള ഒരാളാണ് എന്നാണ് ഈ കുട്ടി പറഞ്ഞത്. അതിനെ തുടർന്ന് പോലീസ് ആ തുടക്കത്തിൽ, അതായത് ഏറ്റവും പീക്കായിട്ടുള്ള ആ ഒരു അന്വേഷണത്തിന്റെ സമയത്ത് അച്ഛനിലും ഫോക്കസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അറിയേണ്ടത്. അത്ര വിശ്വസനീയമായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. പിന്നീട് അന്വേഷണ സംഘം ചോദ്യം ചെയ്ത ഘട്ടത്തിലൊക്കെ തന്നെ ഈ കുട്ടി നിരവധി കളവുകൾ പറയുന്നു എന്നുള്ളത് ബോധ്യപ്പെട്ടു. ഇത് ആധികാരികമായ ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഒരു പരിശോധന ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൗൺസിലിംഗ്, അതായത് CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട്ടി ഉള്ളത് കോഴിക്കോടാണ്. കോഴിക്കോട് ഹോമിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടെ CWCയുടെ നേതൃത്വത്തിലുള്ള കൗൺസിലിങ്ങും കാര്യങ്ങളുമൊക്കെ ആരംഭിച്ച ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ കൗൺസിലേഴ്സിനോട് ഈ നേരത്തെ ഉന്നയിച്ച ഈ ആരോപണം പറഞ്ഞില്ല എന്നതാണ്. അതായത് അതിൽ നിന്ന് മലക്കം മറിയുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു അബ്യൂസ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉള്ളതിൽ നിന്ന് മലക്കം മറിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിടിക്കപ്പെടുമെന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഇത് തിരുത്തുന്നത് എന്നുള്ളതാണ്. അതായത് തുടക്കം മുതൽ തന്നെ പോലീസിനൊരു അനുമാനമുണ്ട്. കാരണം ഈ ഇങ്ങനെ ഒരു ക്രൈമിൽ അകപ്പെട്ടാൽ അതിൽ നിന്ന് ഏതൊക്കെ വിധത്തിൽ പുറത്തേക്ക് പോകാം. അതായത് ഇവർക്ക് ജുവനൈലാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് എത്രമാത്രം ഈ നിയമപരമായ നടപടികളെ ഫേസ് ചെയ്യേണ്ടത് വരും എന്നോ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടത്തിയിട്ടായിരുന്നു ഇവർ ഈ ക്രൈമിലേക്ക് പോയത് എന്നുള്ളതാണ്. അത് അങ്ങനെ, അതായത് ഇവർ ഒരുമിച്ച് ഈ ജുവനൈൽ ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള അവകാശങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചു എന്നതടക്കമുള്ള മൊഴികൾ പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി അത് ഒക്കെ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഈ ഒരു ക്രൈമിലേക്ക് വന്നതെന്നുള്ളതാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ ഈ പെൺകുട്ടി പറഞ്ഞ കാര്യത്തിൽ പോലീസിനെ ഡൈവേർട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് പോലീസ് തിരികെ യഥാർത്ഥ ഫോക്കസിംഗിലേക്ക് എത്തുകയായിരുന്നു. അതോടൊപ്പം ഇപ്പോൾ നിലവിൽ കൗൺസിലിംഗിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമികമായി അവർ വിലയിരുത്തുന്നത്. എങ്കിൽ പോലും ഇനിയും ആധികാരികമായ ഒരു വിലയിരുത്തലുണ്ട്. ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ഇവരുടെ ഒരു മാനസിക നിലയെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു തീരുമാനം കൂടിയുണ്ട്. എന്തായാലും നിലവിലത്തെ സിറ്റുവേഷനിൽ ഈ മുത്തശ്ശനെതിരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ കളവാണ് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് പോകുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ഇപ്പോൾ, അതായത് ഏറ്റവും വിശ്വസനീയമായ രീതിയിലാണ് ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതായത് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ആ രീതിയിലാണ് ഓരോ കാര്യങ്ങളെയും ഡൈവേർട്ട് ചെയ്യുകയും പറഞ്ഞ് വിശ്വസിപ്പിക്കാനായി ശ്രമിക്കുകയും ചെയ്യുന്നത്. ഒരു ഘട്ടം വരെ നമ്മൾ വിശ്വസിച്ച് പോകുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. പക്ഷേ തെളിവുകൾ ഇല്ലാതാകുന്ന ഘട്ടത്തിൽ മാത്രമാണ്, അപ്പോൾ പോലും ഈ തെളിവുകൾ ഇല്ല എന്നുള്ളത് ഈ പെൺകുട്ടിയെ കാണിച്ച് ബോധ്യപ്പെടുത്തുന്ന ഘട്ടത്തിൽ പോലും അംഗീകരിക്കാനായി തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം കോൺഫിഡൻസ് നിയമപരമായി
നിയമപരമായി തങ്ങൾക്ക് കിട്ടാവുന്ന ഇളവുകളെ സംബന്ധിച്ചുൾപ്പെടെ ഉള്ള ഒരു സംഘമാണ് ഇങ്ങനെ ഒരു കേസ് ക്രൈം ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ വളരെ റയറസ്റ്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇതെന്ന് തന്നെ പറയാം. കാരണം ഒരു മർഡർ കേസ് നടത്തുന്നു, അതിൻ്റെ പ്ലാനിങ്ങും എക്സിക്യൂഷനും എല്ലാം വന്നിരിക്കുന്നത് ഈ ജുവനൈലായിട്ടുള്ള കുട്ടികൾ, കൗമാരക്കാരായ കുട്ടികളാണ് എന്നുള്ളത് ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു റയർ കേസാണ് ആലപ്പുഴ കരുവാറ്റയിലേത് എന്ന് പറയാം. ഇപ്പോൾ നിലവിലത്തെ ഒരു സിറ്റുവേഷനിൽ ഈ പെൺകുട്ടി ഉള്ളത് കോഴിക്കോടാണ്. ഒപ്പം തന്നെ 3 ആൺകുട്ടികളുള്ളത് ചേർത്തലയിലെ മായിത്തറയിലെ ഹോമിലാണ് അവരും ഉള്ളത്. ഇവരുടെ ഇനിയിപ്പോൾ സൈക്കോളജിസ്റ്റിനെ 30-ാം തീയതി ശനിയാഴ്ച ഇവരുടെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. നിലവിൽ 2 പേരെ ഈ കേസിൽ സാക്ഷികളായി പോലീസിന് ലഭ്യമായിട്ടുണ്ട്. അതായത് ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ മാർഗമാണ് ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്കായി എത്തിയിട്ടുള്ളത്. പെൺകുട്ടിയുടെ മൊഴിയിലെ വൈരുദ്ധ്യം അത് തന്നെയാണ് ഏറ്റവും ചോദ്യം ചെയ്യപ്പെടുന്നത്. ശരണ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു റെയർ കേസാണിത്. പ്രത്യേകിച്ച് ഈ നടത്തുന്ന കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നതൊക്കെ തന്നെ ജുവനൈലുള്ള കുട്ടികളാണ്. അത് വളരെ റെയറായിട്ടുള്ള ഒരു കാര്യം കൂടി തന്നെയാണ്. അതിനിടയിലാണ് പെൺകുട്ടിയുടെ ഈ ഒരു മലക്കം മറിച്ചൽ, ഈ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ആദ്യം പറയുന്ന രീതിയിലുള്ള മൊഴികളല്ല ഇപ്പോൾ പറയുന്നത്. അവിടെയാണ് പ്രാഥമികമായി പെൺകുട്ടി കളവ് പറയാണ് എന്നുള്ള രീതിയിലേക്ക് നീങ്ങുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ ചോദ്യം ചെയ്യലും കൗൺസിലിംഗ് സെഷൻസും ഉൾപ്പെടെ നടത്തേണ്ട ഒരു സാഹചര്യവും കൂടിയുണ്ട്. ശരണ്യാണ് വിശദാംശങ്ങൾ നൽകിയത്. ബംഗ്ലാദേശിന്റെ 23ാമത് പ്രസിഡന്റായി മിർസ ഫഖ്റുൽ ഇസ്ലാം ആലംഗീർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് മിർസ ആലംഗീർ ജമാഅത്തെ ഇസ്ലാമി സഖ്യ സ്ഥാനാർത്ഥി റിട്ടയർഡ് കേണൽ ലീ അഹമ്മദിനെയാണ് വൻ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയത്. 88-നെതിരെ 255 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധത്തിനെതിരെ ഇറാൻ മനുഷ്യാവകാശ ലംഘനമാണ് സംഭവിക്കുന്നതെന്നും ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങളെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണമെന്നും ഇറാൻ അഭ്യർത്ഥിച്ചു. അമേരിക്ക നേരിടുന്ന സാമ്പത്തിക സൈനിക പ്രതിസന്ധികൾ മറച്ചുവെക്കാനാണ് ഇപ്പോഴത്തെ നീക്കമെന്നും ഇറാൻ ആരോപിക്കുന്നു. വിനോദുണ്ട്. വിനോദ്, അമേരിക്കക്കെതിരെ തുറന്നടിക്കുന്നുണ്ട് ഇറാൻ. ഇത് കൂടുതൽ വഷളാവുകയാണോ കാര്യങ്ങൾ? ഹരി, ഏത് സാഹചര്യത്തിലും കീഴടങ്ങില്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇറാൻ ഉറച്ചു നിൽക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു നീക്കം തന്നെയാണ് ഇറാൻ നടത്തുന്നത്. കാരണം കൂടുതൽ ഉപരോധം എന്ന നിലയിലേക്ക് അമേരിക്ക പോവുകയാണ്. ഇപ്പോൾ തന്നെ അവരുടെ ആസ്തികൾ പല ഭാഗങ്ങളിലായുള്ള ലോകരാജ്യങ്ങളിലായുള്ള ഇറാൻ്റെ ആസ്തികൾ മരവിപ്പിക്കുക, ഹോർമൂസിലെ ഉപരോധം, എണ്ണക്കച്ചവടം പൂർണ്ണമായി താറുമാറാക്കുക, ആ തരത്തിലൊക്കെ തന്നെ അമേരിക്ക പോയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് ഈ ഷാഡോ ഫ്ലൈറ്റുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ചൈനയിലേക്ക് അടക്കം ഇറാൻ എണ്ണ കടത്തുന്നുവെന്ന ആരോപണം. അവിടെയാണ് ഈ എണ്ണ കടത്തൽ, അതോടൊപ്പം തന്നെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, കപ്പലുകളുടെ രജിസ്ട്രേഷൻ, വ്യാജ രജിസ്ട്രേഷനുകൾ ഉപയോഗിച്ച് കപ്പലുകൾ ഉപയോഗിക്കുന്നു, ഷെൽ കമ്പനികളുടെ ഉപയോഗം, ഇതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ കടുപ്പമുള്ള ഉപരോധത്തിലേക്ക് പോകുമെന്ന് അമേരിക്ക പ്രഖ്യാപിച്ചത്. മാത്രമല്ല ഇറാനുമായി സഹകരിക്കുന്ന രാജ്യങ്ങൾക്ക് മേൽ ആക്രമണം ഉണ്ടാകും. അത് സാമ്പത്തിക ഉപരോധം എന്നതിനപ്പുറത്തേക്ക് യുദ്ധം എന്ന ഒരു ഭീഷണി തന്നെ അമേരിക്ക മുഴക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഒമാന് മേൽ ആക്രമണം ഉണ്ടാകുമെന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം. കാരണം സഖ്യരാജ്യമാണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾ പോലും വിശ്രമിക്കുന്നതിനൊക്കെ തന്നെ എത്തുന്ന, അല്ലെങ്കിൽ ദീർഘകാലം കടലിൽ കഴിഞ്ഞ ശേഷം ഗൾഫിൽ തീരത്തണയുന്നത് ഒമാൻ്റെ തീരത്താണ്. അങ്ങനെയുള്ള ഒരു സൗഹൃദ രാജ്യത്തിന് മേൽ ആക്രമണം നടത്തുമെന്ന നിലയിലേക്ക് വരെ അമേരിക്കയുടെ ട്രംപിൻ്റെ പ്രഖ്യാപനം എത്തി. അതിന് കാരണമായത് ഇറാനുമായി അവർ നടത്തുന്ന സൗഹൃദമാണ്. പ്രത്യേകിച്ച് അവിടെ സമാന്തര പാത ഒമാനും ഇറാനുമായി തുറക്കുന്നു. അങ്ങനെ ഹോർമൂസിൻ്റെ അധികാരം ഈ 2 രാജ്യങ്ങൾ തമ്മിൽ പങ്കുവയ്ക്കാനുള്ള ഒരു സ്വതന്ത്ര കരാറിലേക്കാണ് ആ ചർച്ച നീങ്ങിയത്. ഇതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടായത്. മാത്രമല്ല ഇറാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് കാരണം ഇതൊരു മനുഷ്യാവകാശ ലംഘനമാണ്. അവിടെ ഐക്യരാഷ്ട്രസഭയുടെ തത്വങ്ങൾ അംഗീകരിക്കുന്ന രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വരണം. അമേരിക്ക ഏറ്റവും മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നു എന്ന ഒരു കാര്യമാണ് ഇറാൻ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇങ്ങനെയുള്ള ഉപരോധങ്ങൾ ഉള്ളപ്പോൾ തന്നെ അമേരിക്കയുടെ കപ്പലുകൾ ഹോർമൂസ് വഴി എണ്ണ കടത്തുന്നു എന്നത് തന്നെയാണ് ഇവിടെ ഏറ്റവും നമ്മൾ പ്രാധാന്യത്തോടു കൂടി കാണേണ്ടത്. കാരണം അങ്ങനെയുള്ള വാർത്തകൾ പുറത്തു വന്നു. മറ്റ് രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഉപരോധം ഏർപ്പെടുത്തുക, അല്ലെങ്കിൽ ആ കപ്പലുകൾ പോകുമ്പോൾ അമേരിക്കയുടെ പടക്കപ്പലുകൾ അതിനെ ആക്രമിക്കുക എന്നൊരു തന്ത്രം ഇറാൻ
ഇറാനും അവരുടെ നിലയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അമേരിക്ക സ്വന്തം കപ്പലുകൾ നിർബാധം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഈ ഒരു പ്രതിസന്ധിയിൽ എണ്ണ വില കുറച്ച് ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് എണ്ണക്കടത്തിനുള്ളൊരു അവസരമായി അമേരിക്ക മാറ്റുന്നു എന്ന ഒരു കാര്യം കൂടി ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. ഏതായാലും ഇറാനെ സംബന്ധിച്ച് ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. ചൈനയിലേക്കുള്ള എണ്ണക്കടത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിസന്ധിയിലാകുന്നുണ്ട്. പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു ഭക്ഷ്യ സുരക്ഷയുടെ സാഹചര്യം കൂടി പരിഗണിക്കണം. ഏതാണ്ട് 85% വരെ ഭക്ഷ്യസുരക്ഷ സ്വയം പര്യാപ്തത കൈവരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ കൂടുതൽ കാലം ഈ ഉപരോധം പോയാൽ, യുദ്ധമുണ്ടായാൽ ഒക്കെ തന്നെ ഇറാന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ കാസ്പിയൻ വഴിയൊക്കെ തന്നെ റഷ്യയുമായുള്ള ഒരു വ്യാപാര രീതി ഇപ്പോൾ ഇറാൻ തുടരുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്ക എടുത്തിട്ടുള്ള നിലപാടുകൾ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഇറാനെ കൊണ്ടുപോകും എന്ന കാര്യം ഉറപ്പാണ്. ഹരി. യെസ്, അമേരിക്കയുടെ ഈ തീരുമാനം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ഒരുപക്ഷെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് വേണം തന്നെ പറയാം. അത് നടക്കുന്നത് തന്നെ മനുഷ്യാവകാശ ലംഘനമാണ് സംഭവിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യത്തിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാണ്. അക്കാര്യത്തിൽ തർക്കമൊന്നും ഇല്ല. വിനോദാണ് വിശദാംശങ്ങൾ നൽകിയത്. വിശാഖപട്ടണത്തിൽ അധ്യാപിക മുഖത്തടിച്ചതിന് പിന്നാലെ 6 വയസ്സുകാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ലിറ്റിൽ ഗാർഡൻ സ്കൂളിലെ കുട്ടി പ്രണയ് തേജാണ് മരിച്ചത്. കുട്ടി ഹോംവർക്ക് ചെയ്യാത്തതിനാണ് അധ്യാപിക മർദ്ദിച്ചത്. കുട്ടിയെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനു മുമ്പ് തന്നെ മരണം സംഭവിച്ചിരുന്നു. സ്കൂൾ മാനേജ്മെന്റിനെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് കുട്ടിയുടെ കുടുംബാംഗങ്ങൾ KG ആശുപത്രിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പോലീസ് കേസെടുത്തു. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. സീബ്രകൾക്ക് പിന്നാലെ തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകരെ കാത്ത് സിംഹക്കുട്ടികളും. ക്വാറന്റൈൻ കാലാവധി പൂർത്തിയായതോടെയാണ് മൃഗശാലയിൽ പിറന്ന സിംഹക്കുട്ടികളെ കൂടിനുള്ളിൽ തുറന്നുവിട്ടത്. ഓണം അവധി പ്രമാണിച്ച് മൃഗശാലയിലേക്ക് സന്ദർശകരുടെ വൻ തിരക്കുമുണ്ട്. ഓണക്കാലത്ത് തിരുവനന്തപുരത്തെ മൃഗശാലയിൽ കാഴ്ചക്കാർക്കും സന്ദർശകർക്കും വിരുന്നൊരുക്കി സീബ്രകൾ മാത്രമല്ല മറ്റ് 2 അതിഥികൾ കൂടി ഇപ്പോൾ കൂട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. 7 മാസം മുമ്പ് ഇവിടേക്ക് എത്തിച്ച 2 ഇവിടെ പിറന്ന സിംഹക്കുട്ടികളാണ്. സിംബയും സൂറിയും. ഈ 2 പേരെയും കൂട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് സന്ദർശകർക്ക് കാണുന്നതിന് വേണ്ടി. 7 മാസം തികയുകയാണ് ഇന്ന് അവർ ഇവിടെ ജനിച്ചിട്ട്. അപ്പോൾ ഡോക്ടർമാരുടെ പ്രത്യേക കർശന സംരക്ഷണത്തിൽ ഇങ്ങനെ അടുത്ത് വന്ന് നിൽക്കും, നമ്മുടെ ക്യാമറയിലൊക്കെ നോക്കും. ഇത് കഴിക്കുന്ന ഭക്ഷണം ദിവസവും 1 നേരമാണ് ഭക്ഷണം കഴിക്കുന്നതെന്നാണ് നമ്മുടെ ഡോക്ടർമാർ പറയുന്നത്, വെറ്ററിനറി സർജൻ അടക്കം. അതായത് 2 കിലോ ബീഫ് ഓരോ സിംഹക്കുട്ടികൾക്കും ഉച്ചയ്ക്ക് കൊടുക്കും. അതാണ് അവരുടെ ദിവസേനയുള്ള ഭക്ഷണം. പിന്നെ അവരുടെ മെഡിക്കൽ പരിശോധനകളൊക്കെ നടത്താനായി, അല്ലെങ്കിൽ ആ പരിശോധനകളൊക്കെ കൃത്യമായി വിലയിരുത്താനായി മെഡിക്കൽ സംഘം സദാ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഒരുപാട് നീണ്ട ഇടവേളയ്ക്ക് ശേഷം പിറന്ന സിംഹക്കുട്ടികളാണ് ഈ കൂടിനുള്ളിലേക്ക് മാറ്റിയിരിക്കുന്ന സൂറിയും സൂംബയും. അതുകൊണ്ട് തന്നെ അവരെ കാണാനായി അടക്കം ജീവനക്കാരും ഇടവേളകളിൽ അവരെ കളിപ്പിക്കാനൊക്കെയായി ഇവിടേക്ക് എത്തും. അവർക്കൊക്കെ അരികിലേക്ക് 2 പേരും ഓടിയെത്തും. ചിലപ്പോൾ ആ സൗഹൃദം ഒരു ആത്മബന്ധമാണോ എന്ന് തോന്നിക്കുന്ന തരത്തിൽ പരിചാരകരുടെ ശരീരത്തിലേക്ക് അള്ളിക്കയറാൻ ശ്രമിക്കും. നമ്മുടെ പൂച്ചയും പട്ടികളുമൊക്കെ എങ്ങനെയാണോ കയറുന്നത്, സമാനമായ തരത്തിൽ ദേഹത്തേക്ക് അള്ളിക്കയറാനൊക്കെ നോക്കും. അങ്ങനെ ഇത് ഒരു വന്യജീവി തന്നെയാണോ എന്ന് സംശയം വരുന്ന തരത്തിലായിരിക്കും ചില സമയങ്ങളിൽ അതിൻ്റെ പെരുമാറ്റം. എന്തായാലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇവിടെ നിന്നുള്ള കാഴ്ചകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ അതിൻ്റെ കെയർ ടേക്കർ അദ്ദേഹത്തോടൊപ്പം 2 സിംഹക്കുട്ടികൾ ഇവിടേക്ക് എത്തുകയാണ്. ചേട്ടാ, 1 മിനിറ്റ് ഇങ്ങോട്ട് വരുമോ? ഭക്ഷണം കൊടുക്കുന്ന സമയമായോ? ആയി വരുന്നുണ്ട്. 1 മണിക്കൂറിനകത്ത് കൊടുക്കും. ഒരു 11-12 മണിയൊക്കെ ആകുമ്പോൾ കൊടുക്കും. ഇതെങ്ങനെയാ നിങ്ങളുടെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആയി അല്ലേ? എൻ്റെ അടുത്ത് നല്ല അറ്റാച്ച്ഡ് ആണ്. ഞാൻ തന്നെ കുഞ്ഞിനെ പോലെ നോക്കുന്നതല്ലേ, അതുകൊണ്ട് നല്ല അറ്റാച്ച്ഡ് ആണ്. വേറെ കുഴപ്പങ്ങളല്ല.
ഇത് അങ്ങനെ ആരെയും ഉപദ്രവിക്കുന്ന അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെ അധികാരം കയറാറില്ല. എന്റെ കൂടെ 1-2 പേരെ ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത് വലുതായി വരുമ്പോൾ ഇവരെ ആക്രമിക്കും, മറ്റുള്ളവരെ ആക്രമിക്കും. ഈ ക്വാറന്റൈൻ കാലം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയായി അല്ലേ? കംപ്ലീറ്റ് കഴിഞ്ഞ് ഇപ്പൊ അവർക്ക് പ്രശ്നമില്ല, പുറത്താലും കുഴപ്പമില്ല. ഇപ്പൊ ഫുഡൊക്കെ സ്വന്തമായിട്ട് തന്നെ കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. ഫുള്ള് ഇറച്ചിയല്ലേ ഇപ്പൊ കഴിക്കുന്നത്. ബീഫാണല്ലേ? ബീഫാണ്. ബീഫും ആഴ്ചയിൽ ഒരു ദിവസം ചിക്കനും. ഡോക്ടർ പറഞ്ഞു ബീഫ് 2 കിലോ വീതം ഒരു ദിവസം ഒരു ദിവസം കൊടുക്കുന്നത്. ആ ഒരു നേരത്തെ ഭക്ഷണമേ ഉള്ളൂ. ഇതിന് ഒരു നേരം മതിയാവും, കാരണം ഫുള്ള് ഇറച്ചിയല്ലേ. അപ്പൊ ഇത് ഡൈജസ്റ്റ് ആയി വരാൻ ടൈം എടുക്കും. അപ്പൊ ഇവർക്ക് ഒറ്റ നേരം കഴിച്ചാൽ മതി. ബാക്കി സമയം അവർ കൂടുതൽ കുറച്ച് സമയം ഉറങ്ങും, പിന്നെ കുറച്ച് സമയം ഇങ്ങനെ മൂവ്മെന്റ് ചെയ്യും, ബാക്കി ചെയ്യും. അപ്പൊ അവർക്ക് ആ ദഹനം കറക്റ്റ് പ്രോപ്പർ ആവും. അപ്പൊ ഈ ചൂട് കൂടുന്ന സമയത്ത് ഇതിനെ ഈ നമ്മള് സ്പ്രിംഗ്ലർ വെച്ചു കൊടുക്കുക, വെള്ളം തെളിച്ചുകൊടുക്കുക, പിന്നെ കുളിപ്പിക്കുക, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യും. പേരെന്തായിരുന്നു? എൻ്റെ പേര് അനിൽകുമാർ. അനിൽകുമാർ. ഓക്കെ. അപ്പോൾ അനിൽകുമാറിൻ്റെ മേൽനോട്ടത്തിലാണ് നമ്മുടെ 2 സിംഹക്കുട്ടികളെ ഈ കൂടിനുള്ളിൽ പരിചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും സീബ്രകൾ എത്തിയതിൻ്റെ കൗതുകത്തിലായിരുന്നു തിരുവനന്തപുരം മൃഗശാല. ആ കൗതുകത്തിൻ്റെ മാറ്റ് കൂട്ടിക്കൊണ്ടാണ് 2 സിംഹക്കുട്ടികളെ കൂടി സന്ദർശകർക്ക് വേണ്ടി ഇപ്പോൾ കാണാൻ കഴിയുന്ന വിധത്തിൽ തുറന്നു കൊടുത്തിരിക്കുന്നത്. വളരെ കൗതുകമുണർത്തുന്ന കാഴ്ച നേരിൽ കാണണം. നമ്മൾ ഈ ക്യാമറ സ്ക്രീനിൽ, TV സ്ക്രീനിൽ കാണുന്നതിനൊക്കെ, മൊബൈൽ സ്ക്രീനിൽ കാണുന്നതിനപ്പുറത്തേക്ക് നേരിൽ കാണുമ്പോൾ മാത്രമേ അതിൻ്റെ കൗതുകം മനസ്സിലാകുകയുള്ളൂ. അത്രയും സുന്ദരമായ കാഴ്ചയാണ്. അതുകൊണ്ട് അവധിയാണ്, കുട്ടികളുമൊക്കെയായി സമയം എങ്ങനെ ചെലവഴിക്കുമെന്ന് ആലോചിച്ചിരിക്കുന്ന ആളുകൾക്ക് തിരുവനന്തപുരം മൃഗശാലയിലെത്താം. ഈ കൗതുക കാഴ്ചകൾ നേരിൽ കാണുകയും ചെയ്യാം. ക്യാമറാമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. 72ാമത് നെഹ്റു ട്രോഫി ജലമേള നാളെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും മുഖ്യാതിഥികളാകും. 22 ചുണ്ടൻ വള്ളങ്ങളടക്കം 70-ലേറെ വള്ളങ്ങളാണ് പങ്കെടുക്കുന്നത്. വള്ളംകളിയുമായി ബന്ധപ്പെട്ട നേരത്തെ ഇറക്കിയ പോസ്റ്റിൽ കൊടിക്കുന്നിൽ സുരേഷ് MP ചിത്രം ഇല്ലാതിരുന്നത് വിവാദമായിരുന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ച് പുതിയ പോസ്റ്റർ ഇറക്കി. 16 വർഷത്തിന് ശേഷം നെഹ്റു ട്രോഫി സ്വന്തം നാട്ടിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷയിലാണ് കുമരകത്തുകാർ. ചരിത്രം സൃഷ്ടിച്ച കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് അവസാന ഘട്ട പരിശീലനവും പൂർത്തിയാക്കി. കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ പോരായ്മകൾ പരിഹരിച്ചാണ് ക്ലബ്ബ് ഇത്തവണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. നടക്കുമ്പോൾ വലിയ ആവേശത്തിലാണ്. ആലപ്പുഴ മാത്രമല്ല, ഇങ്ങ് കോട്ടയത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ പ്രാക്ടീസ് തുടങ്ങുന്നു. ഞാനിപ്പോൾ ഉള്ളത് മുത്തേരിമടയിലാണ്. മുത്തേരിമടയിൽ അവസാനവട്ട പ്രാക്ടീസിലാണ് ഇവിടുത്തെ ടീമുകളൊക്കെ. എന്തായാലും നാട്ടുകാരും വലിയ പിന്തുണയിലാണ്. ക്ലബ്ബിന് ഒക്കെയുള്ള, പ്രത്യേകിച്ച് ഏതാണ്ട് 15 വർഷം പിന്നിട്ടു അല്ലേ? അതെ ഉറപ്പായിട്ട് കപ്പടിക്കും. എന്താ കപ്പടിക്കുമെന്ന് തോന്നാനുള്ള കാരണം എന്താ? അതുപോലത്തെ കളി കളിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ വലി കണ്ടിട്ട് ഫീല് നല്ല അടിപൊളിയായിട്ട് തോന്നുന്നു. അടിപൊളി. ഇത്തവണ പുതിയ ചുണ്ടൻ കൂടിയാണ് അല്ലേ? നിരണത്തിലാണ്, പുണ്യാളൻ നിരണം. അതെങ്ങനെയുണ്ട്? വള്ളം എങ്ങനെയുണ്ട്? വള്ളം അടിപൊളി വള്ളം, നല്ല വള്ളം. ചേട്ടാ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? എനിക്ക് തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഒരു 10-12 വള്ളത്തോളം ട്രോഫിക്ക് വരുന്ന വള്ളങ്ങളാണ്. അത് നല്ല പരിശീലനത്തൊഴിച്ചിൽ തുഴഞ്ഞ അവർ കാശ് മുടക്കിയാണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ആലപ്പുഴയിൽ ചിലപ്പം അന്ന് ഭാഗ്യം ആർക്കാണോ വീഴുന്നത് അവർ ട്രോഫിയായിട്ട് വരും. അല്ല ഇവരുടെ കളി കണ്ടിട്ട് എങ്ങനെയുണ്ട്? ഇവരുടെ കളിയൊന്നുമല്ല, ആരുടെ കളി 10-12 വള്ളത്തിന്റെ ആരെയും മടുപ്പല്ല. ഒരു നെല്ലടയ്ക്ക് വല്ലതും സെക്കൻഡുകൾക്ക് വ്യത്യാസത്തിൽ വല്ലതും ജയിച്ചെങ്കിലേ ഉള്ളൂ. അല്ല തീപാർന്ന പോരാട്ടമായിരിക്കും എന്തായാലും അവിടെ. ഒരു 12 വള്ളം അതികഠിനമായ രീതിയിലുള്ള മത്സരമാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഏത് വള്ളം ജയിക്കുമെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനൊക്കത്തില്ല. അന്നത്തെ ഭാഗ്യം ആർക്കും. ആഗ്രഹം കുമരകത്തേക്ക് വരണമെന്ന്? അത് തീർച്ചയായിട്ടും കുമരകർക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളേ. നമ്മുടെ ആഗ്രഹം പറഞ്ഞതേ ഉള്ളു. ചേട്ടന്റെ ഒരു പ്രതീക്ഷ എങ്ങനെയാ? കുമരകം കൊണ്ടുവരും. ഇവിടെ എന്താ അവസ്ഥ? എന്താ ബ്രോ നിങ്ങളുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാ? വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കല്ലേ? അതെ, ടൗൺ ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം നല്ല ട്രയലാണ് ഇപ്പോൾ നടക്കുക. ഞങ്ങളിപ്പോൾ കണ്ടതിൽ നല്ല ട്രയലൊക്കെ നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓരോ ദിവസം കഴിയുന്തോറും നല്ല ട്രയലാണ്. പിന്നെ കുറേ ദിവസമായിട്ട് നിങ്ങൾ വരുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ? ഓൾമോസ്റ്റ് ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പം വരുന്നുണ്ട് ട്രയൽ കണ്ടിന്യൂസ് കാണാനായിട്ട്. കണ്ടിട്ട് ഓരോ ദിവസം കഴിയുന്നതോറും ഇമ്പ്രൂവ് ആയി അത്യാവശ്യം നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല, വള്ളംകളിയാണ്, വെള്ളത്തിലുള്ള കളിയാണ്. പക്ഷെ ഞങ്ങൾക്ക് ടൗൺ ജയിക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താണ് ബ്രോ ഒരു ആഗ്രഹം? എന്താ ടൗൺ പിടിക്കുമോ ഇത്തവണ? കുമരകത്തേക്ക് വരും? KTPC ജയിക്കണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം. നല്ല കളിയാണ്. ഒരു 7 വള്ളം എന്താണ് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. പിന്നെ അവിടുത്തെ അന്നത്തെ ദിവസം ആർക്കാണോ ഭാഗ്യം അവരുടെ കൂടെ കപ്പ് കിട്ടും. പല കളികൾ ട്രയൽ കാണാൻ പോയോ അതോ ഇവിടെ തന്നെയായിരുന്നു? ഇവിടെ തന്നെ ഉള്ളു കാണുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷയിലാണ് കുമരകംകാർ. ഇത്തവണ മികച്ച രീതിയിൽ ട്രയൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പ് ഇത്തവണ കുമരകത്തേക്ക് വരും. ഏതാണ്ട് 1.5 പതിറ്റാണ്ടിന് ശേഷം കുമരകത്തേക്ക് കപ്പ് കൊണ്ടുവരും.
മുത്തേരിമടയിൽ വലിയ ആവേശം കഴിഞ്ഞ 1 മാസമായി തുടരുകയാണ്. എന്തായാലും അവസാന മണിക്കൂറുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കുമരകവും. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഓണമിങ്ങെത്തി. മാലിന്യ കൂമ്പാരത്തിൽ ചെണ്ടുമല്ലി പൂ വസന്തം വിടർത്തുകയാണ് പട്ടാമ്പിയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ. നഗരസഭയുടെ ശങ്കരമംഗലത്തുള്ള ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് വളയിട്ട കൈകൾ ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. കുപ്പത്തൊട്ടിയിലും മാണിക്യമെന്ന് പറയുന്ന പോലെയുള്ള ഒരു കാഴ്ചയാണ് പട്ടാമ്പി നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലെത്തിയാൽ കാണാൻ കഴിയുന്നത്. നഗരസഭയുടെ കീഴിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് പൂക്കൃഷി നടത്തിയത്. മാലിന്യ സംസ്കരണത്തോടൊപ്പം പ്ലാന്റിലെ ഒഴിഞ്ഞുകിടന്ന ഭൂമി പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഹരിതകർമ്മസേന മനോഹരമായ പൂക്കൃഷി ഒരുക്കിയത്. ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നഗരസഭാ അധ്യക്ഷൻ TP ഷാജി നിർവഹിച്ചു. ഓണക്കാലത്ത് പ്രാദേശികമായി വിഷരഹിതമായ പൂക്കൾ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹരിതകർമ്മസേന ഈ മാതൃകാപരമായ പദ്ധതി നടപ്പിലാക്കിയത്. ന്യൂസ് 18 പട്ടാമ്പി. കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിലുള്ള ഓണാരവം ഓണാഘോഷങ്ങൾക്ക് തുടക്കമായി. ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രിമാരായ KM ഷാജിയും PC വിഷ്ണുനാഥും പങ്കെടുത്തു. മേയർ AK ഹഫീസ് അധ്യക്ഷത വഹിച്ചു. കൊല്ലം ബീച്ചിലും വിവിധ കേന്ദ്രങ്ങളിലുമായാണ് ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇനി അടുത്തതായി ഓണത്തിന് തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞ് നിർമ്മാണം തുടങ്ങിയ ഫോർട്ട് കൊച്ചിയിലെ ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയുടെ പ്രവർത്തനം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ. സംസ്ഥാന ജലഗതാഗത വകുപ്പിനായി കൊച്ചി സ്മാർട്ട് മിഷൻ ലിമിറ്റഡാണ് നിർമ്മാണം ഏറ്റെടുത്തത്. ജെട്ടിയുടെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായെങ്കിലും അനുബന്ധ സൗകര്യങ്ങൾ ഇനിയും ഒരുക്കേണ്ടതുണ്ട്. ബോട്ട് ജെട്ടിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് കൊച്ചി കോർപ്പറേഷനും ജലഗതാഗത വകുപ്പും തമ്മിലും തർക്കം ഉടലെടുത്തിട്ടുണ്ട്. കേരളത്തിലെ തന്നെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രം എന്ന രീതിയിൽ അടയാളപ്പെടുത്താവുന്ന ഫോർട്ട് കൊച്ചിയിൽ അതിന്റെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മയെക്കുറിച്ച് പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൊച്ചി കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ സംസ്ഥാന ജലഗതാഗത വകുപ്പും തമ്മിലൊരു തർക്കത്തിലേക്ക് നീങ്ങുകയാണ്. ഇവിടെ ഈ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നേരത്തെ അവരെ ബോട്ട് ജെട്ടിയായി ഉപയോഗിച്ചിരുന്ന സ്ഥലം ഇപ്പോഴത് ഒരു ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടി അവിടെ പണിതിട്ടുണ്ട്. അത് സ്മാർട്ട് മിഷൻ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇതിന്റെ ഭാഗമായിട്ട് നടന്നത്. ഇത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അത് പൂർത്തീകരിച്ചെങ്കിലും ഇതുവരെ ഒരു അനുമതിയിലേക്ക് പ്രവർത്തനാനുമതിയിലേക്ക് നീങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. ഇവിടേക്ക് വരുന്ന ഇടങ്ങൾ പോലും കൃത്യമായി വൃത്തിയാക്കാനോ ഒന്നും തന്നെ സാധിച്ചിട്ടില്ല. ഇവിടെ ഓണത്തിന് മുൻപായിട്ട് തന്നെ സർവീസ് തുടങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചിരുന്നത്. ജലഗതാഗത വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിലേക്കുള്ള ഒരു സർവീസ് തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം, കാര്യമായ രീതിയിലുള്ള ഒരു പ്രവർത്തനവും ഒന്നും തന്നെ ഒരു സർവീസ് ആരംഭിക്കുന്നതിന് അനുയോജ്യമായ രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടില്ല. അതുകൊണ്ട് വലിയ ആശയക്കുഴപ്പം ഇക്കാര്യങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെയാണ് ഇതിന്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലഗതാഗത വകുപ്പും കൊച്ചി കോർപ്പറേഷനും തമ്മിലേക്ക് ഒരു തർക്കത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് ഇത് ജലഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥലമാണ് എന്നത് അവർ പറയുന്നു. ഇത് ആ ബോട്ട് ജെട്ടി പണിതിരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ അത് കോർപ്പറേഷന്റെ സ്ഥലമാണ്. അത് CSML ആണ് അങ്ങനെ ഒരു ജെട്ടി അവിടെ പണിതിരിക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇത് കോർപ്പറേഷനിൽ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു അനുമതിയും ഈ SWTD കോർപ്പറേഷനോട് ചോദിക്കാതെയാണ് അങ്ങനെ ഒരു ജെട്ടി അവിടെ പണിതിരിക്കുന്നത്. അപ്പൊ അതിന് ആർക്കും അതിനെപ്പറ്റി ഒരു അറിവുമില്ല. ഇത് എങ്ങനെ ഇതിന് അനുമതി കൊടുത്തു എന്നുള്ളത് 2006-2007 കാലഘട്ടത്തിലാണ് ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർവീസുകൾ നിർത്തിവെച്ച പിന്നീട് മറ്റൊരിടത്തേക്ക് മാറ്റുന്നത്. അതുവരെയും തങ്ങൾ ഇത് ഉപയോഗിച്ചിരുന്നതായി ജലഗതാഗത വകുപ്പ് പറയുന്നു. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ അവകാശവാദം എന്ന് പറയുന്നത് ഈ സ്ഥലം കോർപ്പറേഷന്റേതാണ്. ഇതിൽ ചെറിയൊരു കാലത്തേക്ക് അവർക്ക് ഡീസൽ മറ്റിടത്ത് പോകുമ്പോൾ ഡീസൽ അടിക്കുന്നതിന് വേണ്ടി ബോട്ട് അടുപ്പിക്കുന്നുള്ള സൗകര്യം മാത്രമേ ചെയ്തു കൊടുത്തിരുന്നുള്ളൂ എന്നതാണ് ജലഗതാഗത വകുപ്പിനോട് കൊച്ചി കോർപ്പറേഷൻ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം തേടിയിട്ടുള്ളതും അതിൽ പറയുന്ന കാര്യം ഇവിടെ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തണമെങ്കിൽ അതിൽ കോർപ്പറേഷന് കയ്യിൽ നിന്ന് അനുമതി വാങ്ങണം എന്നത് പറയുന്നു. അങ്ങനെ ഒരു തർക്കത്തിലേക്ക് നീങ്ങുമ്പോൾ ജനങ്ങൾക്ക് ഇത് എത്ര കണ്ട് ഉപയോഗപ്പെടും, എത്ര കാലം കൂടി അവർ കാത്തിരിക്കണമെന്നതാണ് ഇനിയുള്ളത്. അതേസമയം ഇത് ഈ പ്രദേശത്തിന് അനുയോജ്യമല്ല എന്ന രീതിയിലുള്ള വാദവും ഒരു ഭാഗത്ത് നാട്ടുകാരെല്ലാം തന്നെ ഉയർത്തുന്നുണ്ട്. അശാസ്ത്രീയം എന്ന് പറഞ്ഞാൽ ഇത് ഇപ്പൊ പണിഞ്ഞിട്ടേ കുറെ നാളായി.
പണിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിൽ എന്തായാലും ഇപ്പൊ മെട്രോ പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മെട്രോ അവരുദ്ദേശിക്കുന്നതാണല്ലോ കൊല്ലോ കോട്ടയോ മെട്രോ വരുന്നതാണ് പറഞ്ഞത് ഇവിടുന്ന്. അപ്പൊ അതിനുവേണ്ടി ഇത് പണിഞ്ഞിട്ടിരിക്കണം. ഇത് പണിഞ്ഞിട്ടിട്ട് ഇതിപ്പോ ഇങ്ങനെ 6 എങ്ങനെ ഗസ്റ്റ് കയറും ടൂറിസ്റ്റുകൾ, അല്ലെങ്കിൽ തന്നെ ടൂറിസ്റ്റുകൾ പൊതുവെ കുറവാണ്. ഇപ്പൊ ഇത് പണിഞ്ഞിട്ട് വല്ല ഡേഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാലോചനയില്ല. പാചട്ടി അവിടെ കിടക്കണേ, വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണ, ഇതേവരെ നന്നാക്കിയിട്ടില്ല. ഇതിന്റെ സപ്പോർട്ട് ചെട്ടി തന്നെയാണത്. ഇത് ഹോട്ടലിൽ ലാഭമെന്ന് പറഞ്ഞപ്പോ തുടങ്ങിയിരിക്കുന്നവര്. എന്തായാലും ഓണക്കാലത്തിന് ഈ ഓണത്തിന് സർവീസ് ആരംഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പൊതുവിൽ നിലനിന്നിരുന്നത്. അത് എത്രത്തോളം കണ്ട ഫലപ്രാപ്തിയിലാകുമെന്നത് വളരെ സംശയകരമാണ്. ഇവിടേക്ക് വരുമ്പോൾ, ഈ പ്രദേശത്തേക്ക് വരുമ്പോൾ അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ, കൗണ്ടർ അടക്കം, ഈ വഴികളടക്കം ഇതെല്ലാം തന്നെ ഒരുക്കേണ്ടതുണ്ട്. പക്ഷെ ഒന്നും തന്നെ അതിനത്ര സജ്ജീകരണമായിട്ടില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമാണ്. കാരണം ഇതുപോലെ ഫോർട്ട് കൊച്ചി പോലെ ദേശീയ തലത്തിൽ, അന്തർദേശീയ തലത്തിൽ എല്ലാം തന്നെ അറിയപ്പെടുന്ന ഒരിടം, വളരെ സുന്ദരമായി ഇവിടെ നിന്നുകൊണ്ട് കായൽ കാഴ്ചകളും എല്ലാം തന്നെ കാണാവുന്നൊരിടം, ഇവിടെ ജലഗതാഗതം വളരെ കൃത്യമായിട്ട് ടൂറിസം മേഖലയ്ക്ക് വികസനത്തിന് ആക്കം കൂട്ടുന്നൊരിടം തർക്കങ്ങളുടെ പേരിൽ ഉപയോഗപ്പെടാൻ കഴിയാതെ പോകുന്നതിലുള്ള വലിയ നിരാശയും പ്രതിഷേധവും എല്ലാം തന്നെ ഈ ഭാഗത്തുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. മലപ്പുറം വെട്ടിച്ചിറയിലെ ടോൾ പ്ലാസ മൂലം നാട്ടുകാർ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു ഖബർസ്ഥാന്റെ പകുതി പൊളിച്ചു മാറ്റി റോഡിന് സ്ഥലം കൊടുത്തിട്ടും റോഡിന് മറുവശത്തുള്ള ഖബർസ്ഥാനിലേക്ക് പോകാൻ വഴി അനുവദിക്കാത്തതാണ് നിലവിലെ പ്രശ്നം. ഇതിനു പുറമെ ടോൾ പ്ലാസയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിൽ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളും പ്രതിഷേധത്തിലാണ്. ദേശീയപാത 66 വെട്ടിച്ചിറയിലൂടെ കടന്നുപോകാൻ സ്ഥലം വിട്ടുകൊടുക്കുന്നതിന് വെട്ടിച്ചിറ മഹല്ല് ജുമാ മസ്ജിദിന് കീഴിലെ 1000-ഓളം ഖബറുകളാണ് പൊളിച്ച് സ്ഥലം വിട്ടു നൽകിയത്. മുൻകാലത്ത് ഖബർസ്ഥാൻ നിന്ന സ്ഥലത്തുകൂടി അടക്കമാണ് ഇപ്പോൾ ദേശീയപാത വെട്ടിച്ചിറയിലൂടെ കടന്നുപോകുന്നത്. നാടിന് അഭിമാനസ്തംഭമാകേണ്ടിയിരുന്ന വെട്ടിച്ചിറ ടോൾ പ്ലാസ സ്ഥിതി ചെയ്യുന്നതും ഇതിനോട് തൊട്ടടുത്ത് തന്നെ. പക്ഷേ പള്ളിയുടെ എതിർഭാഗത്ത് റോഡിന് മറുവശത്തുള്ള ഖബർസ്ഥാനിലേക്ക് പോകാൻ വഴിയില്ല എന്നതാണ് വെട്ടിച്ചിറക്കാർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം. ഒരു മൃതദേഹം ഖബറടക്കണമെങ്കിൽ ടോൾ കൊടുത്ത് കടന്നുപോയി തിരിച്ചു വരണം. ഇരുവശത്തേക്കുമായി 300 രൂപ ടോൾ കൊടുത്ത് ആംബുലൻസിൽ മൃതദേഹം ഖബർസ്ഥാനിലെത്തിക്കേണ്ട ദുരവസ്ഥയാണ് തങ്ങളുടേതെന്ന് നാട്ടുകാർ പറയുന്നു. അടച്ചുകെട്ടിയ ഒരു പാലം ഞങ്ങളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിരുന്നു. ഞങ്ങളൊരു മയ്യത്ത് ഖബറടക്കണം എന്നുണ്ടെങ്കിൽ ഇതാ ഈ പള്ളിയിൽ നിന്ന് മയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് ഇതിലെ വന്ന് കരിപ്പോള് ചുറ്റി 300 രൂപ ടോൾ കൊടുക്കേണ്ടുന്ന ഗതികേടിലാണ് ഈ മഹല്ല് നിവാസികളുള്ളത്. 1921 മലബാർ കലാപകാലത്ത് രക്തസാക്ഷികളായ ആളുകളുടെ ഖബറുകൾ അടക്കം സ്ഥലം വിട്ടു നൽകാൻ പൊളിച്ചുപോയ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇതിനെല്ലാം പുറമെയാണ് ശുചിമുറിയില്ലാത്തതടക്കം ടോൾ പ്ലാസയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത. സർവീസ് റോഡും ശുചിമുറിയും നടപ്പാതയും നടപ്പാലവും അടക്കം അടിസ്ഥാന സൗകര്യങ്ങൾ നാട്ടുകാർക്കായി ഏർപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. യാതൊരു കാരണവശാലും ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞുകൊണ്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഏത് അധികൃതരുടെ ഭാഗത്തും ഞങ്ങളുടെ മനുഷ്യാവകാശങ്ങളുണ്ട്. ഞങ്ങൾക്ക് സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരുപാട് മനുഷ്യാവകാശങ്ങളുണ്ട്. ഒരിക്കൽ പോലും ഒരു തരി പോലും അത് ലംഘിക്കപ്പെടാൻ പാടില്ല. എല്ലാം പരിഹരിക്കാമെന്ന വെറും വാക്ക് മാത്രമാണ് ഇപ്പോൾ അധികൃതർ നാട്ടുകാർക്കും ആക്ഷൻ കമ്മിറ്റിക്കും നൽകിയിട്ടുള്ളത്. ന്യൂസ് 18 തിരൂർ. എറണാകുളം ജില്ലയിലെ പിറവം BPC കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ശ്രേഷ്ഠ ബെസേലിയോസ് പൗലോസ് ദ്വിതീയൻ കത്തോലിക്ക ഭാവയുടെ 30ാം ഓർമ്മദിനം ആചരിച്ചു. ഭക്ഷ്യമന്ത്രി അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് യുവതലമുറയും ജീവിതമൂല്യങ്ങളും എന്ന വിഷയത്തിൽ സ്മാരക പ്രഭാഷണം നടത്തി. അഭിവന്ദ്യ ഗബ്രയേൽ മോർ ഗ്രിഗോറിയോസ് മെത്രോപൊലീത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി. കോളേജിലെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ BPC കുടുംബാംഗങ്ങൾ കിടക്കനാട് ഡയാലിസിസ് സെന്ററിലേക്ക് ജീവകാരുണ്യ സമർപ്പണം നടത്തി. ബുള്ളറ്റിൻ പൂർണ്ണമാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.